അത് മാറിയെന്നൊക്കെ പറയാൻ തുടങ്ങി. അവർക്ക് ജോലി പോയി തോന്നുന്നുണ്ട്, അവർ തിരിച്ചു കിട്ടും തോന്നുന്നുണ്ട്, നമ്മൾ റിസൈൻ ചെയ്ത് പോകുന്നതല്ല, തിരിച്ചു കിട്ടും തോന്നുന്നുണ്ട്, എന്താ കാര്യം എന്നൊക്കെ ആർക്കറിയാം. ഒറ്റയടിക്ക് ഞാൻ ജോലിയും കളഞ്ഞു വന്നു. ഞാനിവിടെ എന്താ പറയുക, ഒരു ഗവൺമെന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയെന്ന് ഞാൻ പോലും പ്രതീക്ഷിക്കാതെ എല്ലാവരും അറിഞ്ഞു. ഹായ്, ഞാൻ വിസ്മയ. ഞാൻ 2024 ജൂൺ ബാച്ചിൽ SSCക്കാണ് ഇവിടെ ക്യൂബിറ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ SSCയുടെ ഒക്കെ സിലബസ് അറിയാലോ, അപ്പോൾ ഒത്തിരി വാസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അതേ സിമിലർ സിലബസിൽ വരുന്ന എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ALP ഇപ്രാവശ്യം ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. ബാംഗ്ലൂർ സോണാണ്. എൻ്റെ ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ ക്യൂബിറ്റ് അത്രയും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടക്കം മുതൽ തന്നെ ക്യൂബിറ്റിൻ്റെ മെറ്റീരിയൽസും അതുപോലെ ഇതിൻ്റെ ഒരു ഷെഡ്യൂളാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നമുക്കൊരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അവർ കൊടുക്കുന്ന ക്ലാസ്സുകൾ, അവരുടെ മെറ്റീരിയൽസ്, അത് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ പിന്നെ ഇവിടെ ഫാക്കൽറ്റീസ്, അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും അവരുടെ അടുത്ത് ഫ്രീ ആയിട്ട് ചോദിക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ മാത്സ് ഒക്കെ ആണെങ്കിലും നമ്മൾ റെഗുലർ ബാച്ചൊക്കെ കഴിഞ്ഞിറങ്ങി എങ്കിൽ പോലും ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസിലൊക്കെ ഡൗട്ട് ചോദിച്ചാൽ പോലും അവർ ഒരിക്കലും നമ്മളടുത്ത് ജഡ്ജ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലേ എന്നുള്ള രീതിയിലൊന്നും നമ്മളടുത്ത് ട്രീറ്റ് ചെയ്യാറുണ്ടായിരുന്നില്ല. വളരെ എപ്പോഴും അവർ ഹെൽപ്പ് ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ ക്യൂബിറ്റിൽ പഠിച്ച് ആ ഒരു ട്രാക്കിൽ തന്നെ ജോലിയിലേക്ക് എത്താൻ പറ്റിയതിൽ. സോ ഇവിടുത്തെ ഫാക്കൽറ്റീസിനോടും സ്റ്റാഫുകളോടൊക്കെ അതിൻ്റെ ഒരു നന്ദി അറിയിക്കുകയാണ്.